ഹായ്, I'm ശ്രീകല. വെൽക്കം ടു ബയോറാങ്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും സെക്ഷൽ റീപ്രൊഡക്ഷനെയും പറ്റിയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനാണ്. വാട്ട് ഈസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? Vegetative propagation is a term used to denote asexual reproduction in plants. പ്ലാന്റ്സിൻ്റെ കേസിൽ സാധാരണ നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നാണ് പറയുന്നത്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ബൈ മീൻസ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്, അതായത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് വെച്ചാണ് പ്ലാന്റ്സിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടക്കുന്നത്. ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് എന്നത് റൂട്ട് ആകാം, സ്റ്റെം ആകാം, ലീഫ് ആകാം, അല്ലെങ്കിൽ ഇവയിൽ ഏതെങ്കിലും ഒരു മോഡിഫൈഡ് സ്ട്രക്ചർ ആകാം. ഇതിലേതെങ്കിലും ഒരു സ്ട്രക്ചർ വെച്ചിട്ട് ഒരു പുതിയ പ്ലാന്റ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഒരു അസെക്ഷൽ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു റോസ് പ്ലാന്റ് നടണമെങ്കിൽ അതിൻ്റെ ഏത് ഭാഗമാണ് നമ്മൾ പ്ലാന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? അതിൻ്റെ സ്റ്റെമ്മാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ പ്ലാന്റിനെ നടുന്നത്. അപ്പോൾ ഈ റോസ് പ്ലാന്റിൻ്റെ കേസിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ സ്റ്റെമ്മാണ്. അതേപോലെ വേറെ പല പ്ലാന്റും, ഇപ്പോൾ കറി ലീഫ് പോലുള്ള പ്ലാന്റ് കണ്ടിട്ടില്ലേ? ഇവിടെ റൂട്ടിൽ നിന്നാണ് പുതിയൊരു പ്ലാന്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ കേസിൽ അവിടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയുന്നത് റൂട്ടാണ്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ഉണ്ട് അല്ലേ? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കുറച്ച് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ആണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് വൺ, റണ്ണർ. കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ റണ്ണർ എന്താണെന്ന്? Runner is a stem modification that grow horizontally and the end tip of the runner can produce buds that develop into new plant. അതായത് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ചിലപ്പോൾ ചില ഗ്രാസുകൾ പറിക്കുമ്പോൾ, ഒരു ഗ്രാസ് പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കൂടെ നിൽക്കുന്ന കുറേ ഗ്രാസുകൾ ഒരുമിച്ച് പിഴുത് വരുന്നത് കണ്ടിട്ടുണ്ടാകും ഇല്ലേ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കാണാം, ഈ ഗ്രാസുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാകും. ഈ പർട്ടിക്കുലർ സ്ട്രക്ചറിനെയാണ് നമ്മൾ റണ്ണർ എന്ന് പറയുന്നത്. അതായത് റണ്ണർ എന്ന് പറയുന്നത് ഒരു ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. ആ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു ഗ്രാസ്, ആ ഗ്രാസിൽ നിന്ന് സോയിൽ സർഫസിൻ്റെ മുകളിലായിട്ട്, അതായത് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ഫോം ചെയ്യുന്നുണ്ട്. ആ സ്റ്റെം മോഡിഫിക്കേഷൻ ഹൊറിസോണ്ടലി ഗ്രോ ചെയ്ത് പതിയെ ഒന്ന് കർവ് ചെയ്ത് സോയിലിൽ വന്ന് ടച്ച് ചെയ്യുന്നു. എവിടെയാണോ സോയിലിൽ വന്ന് ടച്ച് ചെയ്യുന്നത്, ആ ടച്ച് ചെയ്യുന്ന ഭാഗത്തു നിന്ന് പുതിയൊരു ഗ്രാസ് പ്ലാന്റ് ഫോം ചെയ്യുന്നത് കണ്ടോ? വീണ്ടും അതേ സെക്കൻഡ് ഗ്രാസിൽ നിന്ന് വീണ്ടും ഹൊറിസോണ്ടലി ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തു. ആ സ്ട്രക്ചർ വീണ്ടും സോയിലിൽ വന്ന് ടച്ച് ചെയ്യുന്നിടത്ത് പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നു. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഗ്രാസിൻ്റെ കേസിൽ, ഗ്രാസിൽ മാത്രമല്ല, ഗ്രാസ്, സെൻഡല്ല, സ്ട്രോബെറി, ഇതേപോലുള്ള മിക്ക പ്ലാന്റ്സിനകത്തും കാണുന്ന ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളാണ് റണ്ണർ. അപ്പോൾ റണ്ണർ എന്ന് പറയുന്നത് ഒരു ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. നമുക്ക് ഇമ്പോർട്ടൻസ് എക്സാമ്പിളാണ്, റണ്ണറിന് എക്സാമ്പിളാണ് ഏതൊക്കെ? ഗ്രാസ്, സെൻഡല്ല, സ്ട്രോബെറി. ഇത് മൂന്നാണ് മെയിനായിട്ട് എന്തിന് എക്സാമ്പിളായിട്ട് വരുന്നത്? റണ്ണറിന് എക്സാമ്പിളായിട്ട് വരുന്നത്. നെക്സ്റ്റ്, സ്റ്റെം ട്യൂബർ. സ്റ്റെം ട്യൂബറിന് ബെസ്റ്റ് എക്സാമ്പിളാണ് പൊട്ടറ്റോ. പൊട്ടറ്റോ എന്ന് പറയുന്നത് ഒരു സ്റ്റെം മോഡിഫിക്കേഷനാണ്, ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷനാണ് പൊട്ടറ്റോ അല്ലേ? പൊട്ടറ്റോ സോയിലിന് താഴെയല്ലേ ഉണ്ടാകുന്നത്? പൊട്ടറ്റോ എന്നതൊരു അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷനാണ്. ഇതിനെ പറയുന്ന പേരാണ് സ്റ്റെം ട്യൂബർ. പൊട്ടറ്റോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ചെറിയ ചെറിയ മാർക്കിങ്സ് കാണാം. ഇതിനെയാണ് ഐ ഓഫ് പൊട്ടറ്റോ എന്ന് പറയുന്നത്. പൊട്ടറ്റോ കുറച്ച് നാളൊരു ഹ്യൂമിഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ വെച്ചിരുന്നാൽ നമുക്ക് കാണാം ഈ പൊട്ടറ്റോന്ന് ചെറിയ ചെറിയ ഗ്രീൻ കളറിലുള്ള ബഡ്സ് ഫോം ചെയ്യുന്നത്. ആക്ച്വലി ബഡ്സ് ഫോം ചെയ്യുന്നത് ഈ ഐയിൽ നിന്നാണ് ഈ ബഡ്സ് ഫോം ചെയ്യുന്നത്. ഈ ബഡ്സ് ആണ് ഡെവലപ്പ് ചെയ്ത് ന്യൂ പ്ലാന്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പൊട്ടറ്റോ എന്ന് പറയുന്നത് ഒരു സ്റ്റെം ട്യൂബറാണ്, അല്ലെങ്കിൽ സ്റ്റെം ട്യൂബറിന് എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? പൊട്ടറ്റോ. നെക്സ്റ്റ്, ഓപ്സെറ്റ് ആണ്. ഓപ്സെറ്റ് കോമൺലി സീൻ ഇൻ എക്കോണിയ ആൻഡ് പിസ്റ്റിയ. എക്കോണിയ എന്താ? എക്കോണിയ വാസ് ഓൾസോ കോൾഡ് വാട്ടർ ഹയാസിന്ത്. മലയാളത്തിൽ കുളവാഴ എന്ന് പറയും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ എക്കോണിയ. പിക്ചർ ഒന്ന് നോക്കി, ഇതേപോലൊരു പ്ലാന്റ് ബ്ലൂ ഫ്ലവറൊക്കെ ആയിട്ട് പല അക്വാറ്റിക് ബോഡീസിലും, അതായത് റിവർ, പോണ്ടിലൊക്കെ വാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്ത് വാട്ടർ സർഫസിൽ മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു ബ്ലൂ കളറിലെ ഫ്ലവർ ഉള്ളൊരു പ്ലാന്റ് കണ്ടിട്ടുണ്ടാകും. ഇതാണ് എക്കോണിയ എന്ന് പറയുന്നത്. നമുക്കിത് പ്രാക്ടിക്കലിനും ആവശ്യമുള്ളൊരു പ്ലാന്റ് ആണ്. നമ്മൾ കൂടുതൽ പിന്നെ പഠിക്കാനുണ്ട് എക്കോണിയയുടെ വേറൊരു ടോപ്പിക്ക്. അപ്പോൾ
ഈ പ്ലാന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ എക്കോണിയ പ്ലാന്റിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആണ് നമുക്കിനി നോക്കാനുള്ളത്. എക്കോണിയ പ്ലാന്റിലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയുന്നത് ഓഫ്സെറ്റ് ആണ്. ഓഫ്സെറ്റ് എന്ന് പറയുന്നത് റണ്ണർ പോലെ തന്നെ ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആണ്. ബട്ട് രണ്ടും തമ്മിലൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഓഫ്സെറ്റ് എന്ന് പറയുന്നത് റണ്ണറെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഷോർട്ടായിട്ടുള്ള സ്റ്റെം പോർഷൻ ആണ്. പിന്നെ അത് മാത്രമല്ല, റണ്ണർ എന്ന് പറയുന്നത് ഒരു ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. ബട്ട് ഓഫ്സെറ്റ് എന്ന് പറയുന്നത് സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. എന്താ ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷനും സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷനും? പേര് ഡിനോട്ട് ചെയ്യുന്ന പോലെ തന്നെ ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് സോയിൽ സർഫസിന് മുകളിലായിട്ടുള്ള സ്റ്റെം പോർഷൻ മോഡിഫിക്കേഷൻ ആണ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ. സബ് ഏരിയൽ എന്ന് പറയുമ്പോൾ ഏരിയലും അല്ല അണ്ടർഗ്രൗണ്ടും അല്ലാത്ത പോർഷനിലുള്ള മോഡിഫിക്കേഷൻ ആണ് സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ. അപ്പോൾ ഓഫ്സെറ്റിൽ സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷനും റണ്ണറിൽ ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷനും ആണ് കാണുന്നത്. അപ്പോൾ ഓഫ്സെറ്റിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞ രണ്ട് പ്ലാന്റ്സ് ആണ് എക്കോണിയയും പിസ്റ്റിയയും. എക്കോണിയ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിസ്റ്റിയ എന്ന് പറയുന്നത് പിസ്റ്റിയറിൻ്റെ പലയിടത്തും പറയുന്ന ഒരു ലോക്കൽ നെയിമാണ് ആഫ്രിക്കൻ പായൽ എന്നുള്ളത്. അപ്പോൾ എക്കോണിയ, പിസ്റ്റിയ ഇത് രണ്ടും എന്തിന് എക്സാമ്പിളാണ്? ഓഫ്സെറ്റിന് എക്സാമ്പിളാണ്. ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ഒരു സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂള് ബൾബാണ്. ബൾബിന് എക്സാമ്പിളാണ് ഒനിയൻ ആൻഡ് ഗാർലിക്. ഈ ബൾബ് എന്ന് പറയുന്നത് ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് സ്ട്രക്ചറാണ് ആൻഡ് ഇറ്റ് ഈസ് എ സ്റ്റെം മോഡിഫിക്കേഷൻ. ബൾബ് എന്ന് പറയുന്നത് ഒരു സ്റ്റെമ്മിൻ്റെ മോഡിഫിക്കേഷൻ ആണ്. ബട്ട് ഇറ്റ് ഹാസ് എ റെഡ്യൂസ്ഡ് സ്റ്റെം ആൻഡ് ഫ്ലഷി സ്റ്റോറേജ് ലീവ്സ്. അതായത് ബൾബ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒനിയൻ എന്ന് പറയുന്നത് ഒനിയൻ പ്ലാന്റിൻ്റെ ആ എഡിബിൾ ആയിട്ടുള്ള പോർഷൻ കണ്ടിട്ടുണ്ടല്ലോ. ആ എഡിബിൾ ആയിട്ടുള്ള പോർഷൻ ശ്രദ്ധിച്ചറിയാം. അതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയൊരു സ്റ്റെം പോർഷൻ ഉണ്ടാവും. അത് ആക്ച്വലി സ്റ്റെമ്മാണ്. സ്റ്റെമ്മിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്. ഷോർട്ട് ആയിട്ടുള്ള സ്റ്റെം ആയിരിക്കും. അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഫ്ലഷി ആയിട്ടുള്ള ലീവ്സ് ഉണ്ടാകും. ഇതിനെയാണ് ബൾബ് എന്ന് പറയുന്നത്. അപ്പോൾ ബൾബിന് എക്സാമ്പിളാണ് ഒനിയനും ഗാർലിക്കും. ബൾബ് എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. നെക്സ്റ്റ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ഈസ് ബൾബിൽ. എക്സാമ്പിൾ അഗേവ്. അഗേവ് എന്ന് പറയുന്നത് ഒരു സീറോഫൈറ്റിക് ആയിട്ടുള്ള ഒരു മോണോകോട്ട് പ്ലാന്റ് ആണ്. അലോവേര പോലെയുള്ളൊരു പ്ലാന്റ് ആണ് അഗേവ് എന്ന് പറയുന്നത്. ഈ അഗേവ് പ്ലാന്റിനകത്ത് നടക്കുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയുന്നത് ബൾബിലാണ്. ബൾബിൽ എന്ന് പറയുന്നതും ഒരു സ്റ്റെം മോഡിഫിക്കേഷൻ തന്നെയാണ്. ബൾബിൽ കണ്ടെയ്ൻ സെവറൽ ബഡ്സ്. ഈ ഓരോ ബഡ്സും ഡെവലപ്പ് ചെയ്ത് ഏരിയൽ ഷൂട്ട്സ് ഫോം ചെയ്യുന്നു. നമ്മൾ നേരത്തെ ബൾബ് പറഞ്ഞിരുന്നു അല്ലേ, ഒനിയൻ്റെയും ഗാർലിക്കിൻ്റെയും കേസിൽ. ആൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബൾബ് ആൻഡ് ബൾബിൽ? രണ്ടും മാറിപ്പോകരുത്. ബൾബ് എന്ന് പറയുന്നത് ഈസ് എ മോഡിഫൈഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം, ബട്ട് ബൾബിൽ ഈസ് എ മോഡിഫൈഡ് ഏരിയൽ സ്റ്റെം. ഇതാണ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. പിന്നെ ഒന്നുകൂടി ഉണ്ട്, ഈ അഗേവിൽ അല്ലെങ്കിൽ ബൾബിൽ ബൾബിൽ ചെറിയ ചെറിയ ബഡ്സ് ഓരോന്ന് ഫോം ചെയ്യും. ഈ ഓരോ ബഡ്സും എന്തായിട്ട് മാറും? പിന്നെ ഏരിയൽ ഷൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആണ് റൈസോം. റൈസോം എന്ന് പറയുന്നത് ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. റൈസോമിന് എക്സാമ്പിളാണ് ജിഞ്ചർ, ടർമറിക്, ബനാന. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആണ് ലീഫ് ബഡ്സ്. ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നതിന് കുറച്ച് വ്യത്യാസമുള്ളൊരു ടൈപ്പ് ഓഫ് പ്രൊപ്പഗ്യൂൾ ആണ് ഈ ലീഫ് ബഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു നെക്സ്റ്റ് ജനറേഷന് പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളത് ലീഫാണ്. ബ്രയോഫില്ലാണ് ലീഫ് ബഡ്സിന് എക്സാമ്പിൾ. മലയാളത്തിൽ ഇലമുളച്ചി എന്ന് പറയും. ഈ പ്ലാന്റിനകത്ത് ലീഫ് ബഡ്സിൽ നിന്നാണ് പുതിയൊരു പ്ലാന്റ് ഫോം ചെയ്യുന്നത്. പിക്ചർ കണ്ടോ? ഒരു ലീഫിൽ നിന്ന് ചെറിയ ചെറിയ ബഡ്സ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ ഓരോ ബഡ്സും ഡെവലപ്പ് ചെയ്ത് പുതിയ പ്ലാന്റ് ആയിട്ട് ഫോം ചെയ്യുന്നു. ബ്രയോഫിലത്തിൽ ആ ലീഫിൽ തന്നെ വെച്ചിട്ട് പുതിയ ബഡിൻ്റെ റൂട്ട് ഫോർമേഷനും സ്മോൾ ലീഫ് ഫോർമേഷനും എല്ലാം നടക്കുന്നു. പിന്നെ ഇത് മെച്ചുറായി കഴിയുമ്പോൾ ഇത് ഈ പാരൻ്റ് ലീഫിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുന്നു ആൻഡ് ഗ്രോ ആസ് എ ന്യൂ പ്ലാന്റ് വെൻ കോണ്ടാക്ട് വിത്ത് സോയിൽ. ഇത്രയേ ഉള്ളൂ ലീഫ് ബഡ്സ് എന്ന് പറയുന്നത്. ലീഫ് ബഡ്സിൽ മെയിനായിട്ട് ഓർത്തിരിക്കാനുള്ളത് ലീഫ് ബഡ്സിൻ്റെ എക്സാമ്പിളാണ് ബ്രയോഫില്ലം. നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസിലും ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത് അതിൻ്റെ എക്സാമ്പിൾസിനാണ്. അതാണ് ഏറ്റവും കൂടുതൽ മാച്ച് ദ ഫോളോയിങ്ങിലെല്ലാം ചോദിച്ച് കാണുന്നത്. ഇത്രയേ ഉള്ളൂ നമുക്ക് തിയറി പോർഷനിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസിനെ പറ്റി പറയാനായിട്ട്. മോഡിഫിക്കേഷൻ എല്ലാം പറയുന്നത് ആവശ്യമായിട്ട് വരുന്നതെല്ലാം നമുക്ക് പ്രാക്ടിക്കൽ പോർഷൻസിലാണ്.
തിയറി പോർഷൻസിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസും അതിൻ്റെ എക്സാമ്പിൾസാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. പക്ഷെ മനസ്സിലാക്കി വെക്കണം ഓരോന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, എന്തൊക്കെയാണ് ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ഏത് ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷൻ ആണെന്നൊക്കെ. നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്ന വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസിനെ എല്ലാം ക്രോഡീകരിച്ചു കൊണ്ടുള്ളൊരു ടേബിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഓരോ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസും ഏതൊക്കെ പ്ലാന്റിലാണ് ആ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ കാണുന്നതെന്നുള്ളൊരു ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചത് റണ്ണർ ആയിരുന്നു അല്ലേ. റണ്ണർ ഏതൊക്കെ പ്ലാന്റ്സിനകത്താണ് കാണുന്നത്? ഗ്രാസസ്, സെൻഡല്ല, ഓക്സാലിസ്. സെൻഡല്ല എന്താ? സെൻഡല്ല എന്ന് പറയുന്നത് മലയാളത്തിൽ കൊടവൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. നമ്മൾ പ്രാക്ടിക്കലിന് ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ അനാറ്റമി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആണ് സെൻഡല്ല. ദെൻ ഓക്സാലിസ് ഞാൻ നേരത്തെ പറയാൻ വിട്ടൊരു എക്സാമ്പിളാണ്. ഓക്സാലിസ് ഇവിടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്സാലിസ് മലയാളത്തിൽ പുളിയാറില എന്ന് പറയും. നെക്സ്റ്റ് റൈസോം കാണുന്നത് ജിഞ്ചർ, ടർമറിക് ആൻഡ് ബനാന. സ്റ്റെം ട്യൂബർ ഇൻ പൊട്ടറ്റോ. ഓംസെറ്റ്സ് ഇൻ വാട്ടർ ഹയാസിന്ത് ഓർ എക്കോണിയ ആൻഡ് പിസ്റ്റിയ. Bulb seen in onion and garlic. Bulbil in agave and leaf buds bryophyllum. നെക്സ്റ്റ് ടെറർ ഓഫ് ബംഗാൾ ആണ്. വാട്ടർ ഹയാസിന്ത് അല്ലെങ്കിൽ ഏക്കോണിയ ആണ് നമ്മൾ ടെറർ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. ഏക്കോണിയെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഓഫ്സെറ്റിലൂടെയാണ് ഏക്കോണിയയിൽ പ്രൊപ്പഗേഷൻ നടക്കുന്നതെന്ന്. ഏക്കോണിയയിൽ പലപ്പോഴും ഒരു ഫാസ്റ്റ് ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്കോണിയ എന്ന് പറയുന്നത് അക്വാട്ടിക് പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വാട്ടർ ബോഡീസിൽ എക്കോണിയയുടെ ഓവറായിട്ട് ഗ്രോത്ത് ചെയ്ത് ആ വാട്ടർ ബോഡീസിനെ എല്ലാം കവർ ചെയ്യുന്ന, മൊത്തത്തിൽ അതിൻ്റെ സർഫസിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് കാണാം. എന്തായിരിക്കും ഇതുകൊണ്ടുള്ളൊരു എൻവയോൺമെൻറ്റൽ പ്രോബ്ലം? നമുക്കറിയാം എക്കോളജിക്കൽ ബാലൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അല്ലേ. എക്കോണിയയുടെ നമ്പർ ഒരുപാട് കൂടുമ്പോൾ അക്വാട്ടിക് ബോഡിയിലെ ഓക്സിജൻ്റെ എമൗണ്ട് കുറയാൻ തുടങ്ങും. ഓക്സിജൻ്റെ മാത്രമല്ല, ഓക്സിജൻ്റെ ന്യൂട്രിയൻ്റെ എമൗണ്ട് എല്ലാം കുറയാൻ തുടങ്ങും. ഇത് ഫിഷ് പോലെയുള്ള അക്വാട്ടിക് ഓർഗാൻസിൻ്റെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യും. ഇതാണ് ആക്ച്വലി ടെറർ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടായിരിക്കും ടെറർ ഓഫ് ബംഗാൾ എന്നൊരു ടേം വരാൻ കാരണം? ആക്ച്വലി ബംഗാളിലാണ് ഇത് ഫസ്റ്റ് ഈ ഒരു പ്രോബ്ലം നോട്ടീസ് ചെയ്യുന്നത്. ഈ എക്കോണിയ എന്ന് പറയുന്നത് ഒരു എക്സോട്ടിക് പ്ലാന്റ് ആണ്. എക്സോട്ടിക് പ്ലാന്റ് മീൻസ് ഒരു രാജ്യത്ത് ഇല്ലാതിരുന്ന് പുറമേ നിന്ന് ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു പ്ലാന്റിനെയാണ് എക്സോട്ടിക് പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സോട്ടിക് പ്ലാന്റ് ആണ് എക്കോണിയയുടെ ഈ ഫാസ്റ്റ് ഗ്രോത്ത് കാരണം കൊണ്ട് ആ ബംഗാളിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ അവിടെ ഉണ്ടാകുന്ന വാട്ടർ ബോഡീസിനെല്ലാം ഓവറായിട്ട് കവർ ചെയ്യാൻ തുടങ്ങി ഈ പ്ലാന്റ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താ? പതിയെ അക്വാട്ടിക് ബോഡീസിലെല്ലാം ഓക്സിജൻ ഡിപ്ലീഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അക്വാട്ടിക് ഓർഗാൻസിനെ എസ്പെഷ്യലി ഫിഷസിനെ അത് ഒരുപാട് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഫിഷസിൻ്റെ നമ്പർ ഒരുപാട് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഈ ടെറർ ഓഫ് ബംഗാൾ എന്നൊരു ടേം അവിടെ വന്നത്. നെക്സ്റ്റ്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. വാട്ട് ഈസ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്ഷുവൽ ആൻഡ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ? ഓക്കെ, നമുക്ക് നോക്കാം. ദ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ്സ് ദ ഫോർമേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ്. These gametes fuse to form zygote which develops to form the new organism. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഒരു സിംഗിൾ പാരൻ്റിലായിരുന്നു. പക്ഷേ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ 2 പാരൻ്റ് ഉണ്ടാകും. മാത്രമല്ല സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഗ്യാമേറ്റ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. 2 ടൈപ്സ് ഓഫ് ഗ്യാമേറ്റ് ഫോം ചെയ്യും, മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്സ്. ഈ ഗ്യാമേറ്റ്സുകളുടെ ഫ്യൂഷൻ വഴിയാണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. ഇതിനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു പോയിൻ്റാണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ റിസൾട്ട്സ് ഇൻ ഓഫ്സ്പ്രിങ്സ് ദാറ്റ് ആർ നോട്ട് ഐഡൻറ്റിക്കൽ ടു ദ പാരൻസ് ഓർ എമംഗ്സ് ദംസെൽവ്സ്. നമ്മൾ പറഞ്ഞു അസെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ് എന്ന് പറയുന്നത് അതിൻ്റെ പാരൻറ്റിന് ഐഡൻറ്റിക്കൽ ആയിരിക്കും. മാത്രമല്ല ഓഫ്സ്പ്രിങ്സ് എല്ലാം ഒരുപാട് റിസംബ്ലൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ ക്ലോൺ ആയിരിക്കും എന്ന് പറയാം. പക്ഷെ എങ്ങനെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ അങ്ങനെയാണോ? അല്ല, 2 ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് തമ്മിലാണ്, അവരുടെ ഗ്യാമറ്റ്സ് തമ്മിലാണ് ഫ്യൂഷൻ നടക്കുന്നത്. അതുകൊണ്ട് ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ്സിന് ഒരിക്കലും ക്ലോൺ ആയിരിക്കില്ല, അവർക്ക് ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാകും. ദെൻ നമുക്ക് ആദ്യം സെക്ഷൽ റീപ്രൊഡക്ഷനും അസെക്ഷൽ റീപ്രൊഡക്ഷനും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അസെക്ഷൽ റീപ്രൊഡക്ഷനിലാണെങ്കിൽ ഓൺലി സിംഗിൾ പാരൻ്റ് ഈസ് ഇൻവോൾവ്. ബട്ട് സെക്ഷൽ റീപ്രൊഡക്ഷനിലാണെങ്കിൽ 2 പാരൻസ് ആർ ഇൻവോൾവ്. അതും 2 ഓപ്പോസിറ്റ് സെക്സിലുള്ള 2 ഓർഗാനിസംസ് അല്ലെങ്കിൽ 2 പാരൻസ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആയിരിക്കും. ഇനി സെക്കൻഡ് പോയിന്റ്, അസെക്ഷൽ റീപ്രൊഡക്ഷനിലെ ഓഫ്സ്പ്രിങ്സ് ആർ ഐഡൻറ്റിക്കൽ ടു പാരൻറ്റ് ആൻഡ് ടു ഈച്ച് അതർ.
ബട്ട് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഓസ്പ്രിങ്സ് ആർ നോട്ട് ഐഡൻറ്റിക്കൽ. അത് നമുക്കറിയാം, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ഫോം ചെയ്യുന്ന ഓസ്പ്രിങ് എന്ന് പറയുന്നത് ക്ലോൺ ആയിരിക്കും, പാരൻറ്റിന് സിമിലർ ആയിട്ടുള്ളതായിരിക്കും ഫോം ചെയ്യുന്നത്. പക്ഷേ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒരിക്കലും ക്ലോൺ ഫോം ചെയ്യില്ല, കാരണം രണ്ട് ഡിഫറെൻറ്റ് ഗ്യാമേറ്റ്സുകളുടെ ഫ്യൂഷനാണ് നടക്കുന്നത്. ഇപ്പോൾ രണ്ട് ഓർഗാനിസത്തിൻ്റെയും ക്യാരക്ടേഴ്സ് തമ്മിൽ ഫ്യൂഷൻ നടക്കുന്നതുകൊണ്ട് ഒരിക്കലും ക്ലോൺസ് ഫോം ചെയ്യില്ല. തേർഡ് വൺ, അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ നോ ഫോർമേഷൻ ആൻഡ് ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ്സ്, ബട്ട് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഫോർമേഷൻ ആൻഡ് ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ്സ് ഒക്കെ. ഇനി ഫോർത്ത് വൺ, അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ നോ ജനറ്റിക് വേരിയേഷൻ, ബട്ട് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ജനറ്റിക് വേരിയേഷൻ നടക്കുന്നു. റീസൺ എന്താ? രണ്ട് ഡിഫറെൻറ്റ് ഓർഗാനിസത്തിൻ്റെ ഗ്യാമേറ്റ്സ് തമ്മിൽ ഫ്യൂഷൻ നടക്കുന്നുണ്ട്. Next, phases of life cycle. There are 3 different phases of life cycle. They are juvenile phase or vegetative phase, reproductive phase and senescence phase. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ഏതൊരു ഹയർ ഓർഗാനിസം എടുത്താലും അവരുടെ ലൈഫ് സൈക്കിൾ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ് അത്? ഫസ്റ്റ് വൺ ജുവനൈൽ ഫേസ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസ്, ദെൻ സെക്കൻഡ് ഫേസ് റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് തേർഡ് ഓർ ലാസ്റ്റ് ഫേസ് സെനസൻസ് ഫേസ്. ഫസ്റ്റ് വൺ ജുവനൽ ഫേസ് ഓർ വെജിറ്റേറ്റീവ് ഫേസ്. എന്തായിരിക്കും ജുവനൽ ഫേസ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് പ്രീ റീപ്രൊഡക്റ്റീവ് ഫേസ് ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ പീരിയഡ് ഓഫ് ഗ്രോത്ത് ബിറ്റ്വീൻ ബർത്ത് ഓഫ് ആൻ ഇൻഡിവിജ്വൽ അപ് ടു റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി. അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ ബർത്ത് മുതൽ ആ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ ജുവനൈൽ ഫേസ് എന്ന് പറയുന്നത്. ഈ ജുവനൈൽ ഫേസ് ഓർ വെജിറ്റേറ്റീവ് ഫേസ് എന്നല്ലേ പറഞ്ഞത്. ഈ ജുവനൈൽ ഫേസ് നമ്മൾ കോമൺലി ആനിമൽസിൽ യൂസ് ചെയ്യുന്നൊരു ടേമാണ്, ബട്ട് പ്ലാന്റ്സിൽ നമ്മൾ ജുവനൈൽ ഫേസ് എന്ന ടേമിന് പകരം കോമൺലി യൂസ് ചെയ്യുന്ന ടേമാണ് വെജിറ്റേറ്റീവ് ഫേസ്. ഇനി ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു പ്ലാന്റ് അതിൻ്റെ സീഡ് ജെർമിനേറ്റ് ചെയ്ത് സീഡ്ലിങ്സ് ആയിട്ട് മാറുന്നു. ആ പ്ലാന്റ് ഗ്രോ ചെയ്ത് ഒരു സെർട്ടൈൻ പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിനകത്ത് ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ അല്ലേ. ആ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഫേസ് ആണ്. അതായത് ജുവനൈൽ ഫേസ് കഴിഞ്ഞു, ആ ഒരു നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കുക, ആ പ്ലാന്റ് ആണെങ്കിൽ ആ പ്ലാന്റ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തു, അതായത് ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അപ്പോൾ ആ ഫ്ലവറിങ്ങും സീഡ് ഫോർമേഷനും എല്ലാം നടക്കുന്ന അല്ലെങ്കിൽ അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആ ഒരു ടൈം പീരീഡിനെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ ഫേസ് എന്ന് പറയുന്നത്. ദ ഓർഗാനിസം റീപ്രൊഡ്യൂസ് ഓസ്പ്രിങ് ഡ്യൂറിങ് ദിസ് ഫേസ്. ഒരു ഓർഗാനിസത്തിൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന പീരീഡ് ഓഫ് ലൈഫ് സ്പാനിനെയാണ് അപ്പോൾ നമ്മൾ എന്ത് പറയുന്നത്? റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് സെനസൻസ് ഫേസ്. ഇറ്റ് ഈസ് ദ പീരിയഡ് ബിറ്റ്വീൻ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി ആൻഡ് ഡെത്ത് ഓഫ് എ പ്ലാന്റ്. ദിസ് ഇസ് ദ ലാസ്റ്റ് ഫേസ് ഓഫ് ലൈഫ് സ്പാൻ. ഈ ഫേസിൻ്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇറ്റ് ഷോയിങ് സ്ലോവിങ് ഓഫ് മെറ്റാബോളിസം ആൻഡ് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി പതിയെ കുറഞ്ഞ് ഇല്ലാതായിട്ട് മാറുന്നു. ഇൻ ഷോർട്ട്, സെനസൻസ് എന്ന് പറയുന്നത് ഒരു ഏജിങ് പ്രോസസ്സാണ്. അതായത് റീപ്രൊഡക്റ്റീവ് ഫേസ് കഴിഞ്ഞതിന് ശേഷം ഡെത്തിലേക്ക് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഏജിങ് പ്രോസസ്സിനെയാണ് സെനസൻസ് ഫേസ് എന്ന് പറയുന്നത്. ഈ പീരീഡിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും? ആ ഓർഗാൻസിന് പതുക്കെ അതിൻ്റെ മെറ്റബോളിസം റേറ്റ് കുറഞ്ഞു വരാൻ തുടങ്ങും. അതേപോലെ റീപ്രൊഡക്ഷൻ കപ്പാസിറ്റിയും ലോസ് ആവാൻ തുടങ്ങും. അപ്പം നമ്മൾ ഇത്രയാണ് പറഞ്ഞത് ഫേസസ് ഓഫ് ലൈഫ് സൈക്കിൾ. ഒരു സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓർഗാനിസത്തിൻ്റെ ലൈഫ് സൈക്കിളിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ജുവനൈൽ ഫേസ് ഓർ വെജിറ്റേറ്റീവ് ഫേസ്. എന്തായിരുന്നു ജുവനൈൽ ഫേസ് ഓർ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് വെച്ചാൽ ഒരു ഓർഗാനിസം അതിൻ്റെ റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി അറ്റൈൻ ചെയ്യുന്നതിന് മുമ്പുള്ള പീരീഡിനെയാണ്, ആ ഏർലി പീരീഡിനെയാണ് നമ്മൾ ജുവനൈൽ ഫേസ് എന്ന് പറയുന്നത്. ദെൻ റീപ്രൊഡക്റ്റീവ് ഫേസ്, അതായത് ആ ഓർഗാനിസം റീപ്രൊഡക്ഷന് കേപ്പബിൾ ആവുന്ന അല്ലെങ്കിൽ ആ ഒരു റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന ഒരു ടൈമിനെയാണ്, ആ ഒരു പീരീഡിനെയാണ് നമ്മൾ റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ഫൈനലി സെനസൻസ് ഫേസ്. സെനസൻസ് ഫേസ് എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ്റെ കപ്പാസിറ്റി ലോസ് ആയി മെറ്റബോളിസം റേറ്റ് എല്ലാം കുറഞ്ഞ് പതിയെ ഡെത്തിലേക്ക് ലീഡാവുന്ന ഒരു ഏജിങ് പ്രോസസ്സിനെയാണ് നമ്മൾ സെനസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മാത്രമല്ല ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ, അടുത്ത ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.